എല്ലാവർക്കും ഷെയ്മാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഷാമ്പൂ ഉണ്ടാക്കുന്നതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരക്ക് കൂട്ടുകയാണ് എല്ലാവരും, പെട്ടെന്ന് തന്നെ ഫുൾ വീഡിയോ ഇടണേന്ന് പറഞ്ഞ്. കാരണം ഒരുപാട് നാളായി എല്ലാവരും എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതുപോലൊരു ഷാമ്പൂ ചെയ്ത് വീഡിയോ ഇടണേന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് വന്നപ്പോൾ തന്നെ എല്ലാവർക്കും തിടുക്കമായി, പെട്ടെന്ന് തന്നെ അതിൻ്റെ ഫുൾ വീഡിയോ ഇട്ട് തരണേ, തിരക്കുണ്ട്, ചെയ്തു നോക്കണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു നിങ്ങളുടെ വാക്കുകൾ ഞാൻ സ്വീകരിച്ചുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. അധികം വലിച്ചു നീട്ടി ഞാൻ മുന്നോട്ട് പോകുന്നില്ല. നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന ആ വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്ന ഒരു 200 ഗ്രാം സോപ്പ് കായാണ്. നിങ്ങൾക്കറിയാം, ഈ സോപ്പ് കാ എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മുടെയൊക്കെ വീടിൻ്റെ അടുത്തുകൾ ഉണ്ടാകുന്ന മരങ്ങളായിരുന്നു ഇത്. നാട്ടിൻപുറങ്ങളിലൊക്കെ ഒരുപാട് സ്ഥലത്ത് ഇതുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ മരമൊന്നും ഇല്ല, എല്ലാം വെട്ടിക്കളഞ്ഞു പോയി. നമുക്ക് ഉപകാരപ്പെടുന്ന സമയമായപ്പോഴത്തേക്ക് അതൊക്കെ പോയി. ഇതിപ്പോൾ ഓൺലൈനിലാണ് ഞാൻ വാങ്ങിയത്. അപ്പം ഇതൊരു 200 ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു പാത്രം എടുക്കുക, അതിനകത്തേക്ക് നമുക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് അതിലിട്ട് കൊടുക്കാം. ഇനി ഞാൻ എടുക്കുന്നത് ഒരു 100 ഗ്രാം ഉലുവയാണ്. നമ്മളൊരു 100 ഗ്രാം ഉലുവ എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ നേർ പകുതി എടുക്കാം. നമുക്ക് ആവശ്യമുള്ള ഷാമ്പൂവിനനുസരിച്ച് ഇതിൻ്റെ പകുതി എടുക്കാം കേട്ടോ. ഇത് ഷിക്കാക്കി പൗഡർ, ഷിക്കാക്കിയുടെ പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും 100 ഗ്രാം ആണ്. 100 ഗ്രാം പൗഡറും നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മൾ 100 ഗ്രാം തന്നെ ഷിക്കാക്കി എടുക്കത്ത്. അതുപോലെ തന്നെ 50 ഗ്രാം നമ്മൾ റോസ്മേരി എടുത്തിട്ടുണ്ട്. ഒരു കറക്റ്റ് 50 ഗ്രാമാണ് നമ്മൾ റോസ്മേരി എടുത്തത്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഹിബിസ്കസ് പൗഡറാണ്. പൗഡർ 100 ഗ്രാം തന്നെ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാഫ് എന്ന് വെച്ചാൽ 50 ഗ്രാം എടുക്കുക. ഇപ്പോൾ ഷിക്കാക്കി പൗഡർ 100 എടുത്ത്, ഹിബിസ്കസ് 100 എടുത്ത്, അത് രണ്ടും വേണമെങ്കിൽ 50 ആക്കാം. ഞാൻ 100 എടുത്തിട്ടുണ്ട്. ഇതും കൂടെ നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത്. ഇനി ഫ്ലാക്സ് സീഡാണ് നമ്മളെടുത്തത്. 50 ഗ്രാം ഫ്ലാക്സ് സീഡ് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു 50 ഗ്രാം ഫ്ലാക്സ് സീഡും കൂടെ നമ്മൾ ഇനി ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നല്ലപോലെ ഒന്ന് ഇതിനെ മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് നമ്മൾ നല്ല രീതിയിൽ കുഴച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കുന്നത് DM വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ ആദ്യം 1 ലിറ്റർ ഒഴിക്കുന്നുണ്ട്. 1 ലിറ്റർ ഒഴിച്ച് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കണം. മിക്സ് ചെയ്ത് നോക്കി നമുക്ക് തിക്നെസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് വെള്ളം ഒഴിക്കാം. വേണമെങ്കിൽ 2 ലിറ്റർ ഒഴിക്കാം. ഞാൻ ഇതിനകത്തൊരു 1/2 ലിറ്റർ കൂടിയാണ് വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1/2 ലിറ്റർ കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യാം. ഇപ്പം നമുക്ക് ഇതിനകത്തേക്ക് ഒരു 2 അലോവേരയുടെ ലീഫ്, ഇതേ നീളത്തിൽ തന്നെ ഇതേ വണ്ണത്തിലുള്ള 2 ലീഫാണ് ഇടുന്നത്. കാരണം 2 ലീഫ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കും ചിലപ്പോൾ ചെറുതാണോ വലുതാണോ എന്നൊക്കെ ചോദിക്കാറുണ്ടാവും. അതുകൊണ്ട് പറഞ്ഞതാണ്. കറക്റ്റ് നല്ല വലിപ്പമുള്ള അലോവേരയുടെ ലീഫ് കിട്ടി. അപ്പോൾ 2 നല്ലോണം നിറച്ചും ജെല്ലും ഉണ്ട്. അപ്പോൾ 2 ലീഫ് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് കട്ട് ചെയ്യാതെ അരച്ചൊഴിക്കാനും താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ജ്യൂസ് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെ ആകുമ്പോൾ അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഇതിൻ്റെ തിക്നെസ് കുറച്ച് കിട്ടും. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തായിട്ട് കൊടുക്കുന്നത്. ഇത് അതിൽ കിടന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഗുണങ്ങളെല്ലാം ഇറങ്ങിക്കോളും. നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഗ്യാസിൽ ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി. കാരണം നമ്മളിതെല്ലാം ഇളക്കി ഇടയ്ക്കിടയ്ക്ക് കൊടുത്തില്ലെങ്കിൽ പാത്രത്തിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്കതിനനുസരിച്ച് നമുക്ക് ചെറിയ രീതിയിൽ ചൂടായി വന്നാൽ മതി. ഇതെല്ലാം ഒന്ന് വെന്ത് കിട്ടണം. നമ്മൾ ഇതിനകത്ത് ഉലുവയുണ്ട്, ഫ്ലാക്സ് സീഡുണ്ട്, അതുപോലെ ഷിക്കാക്കിയും ഹിബിസ്കസും മാത്രമേ ഉള്ളൂ പൗഡറായിട്ടുള്ളത്. ബാക്കി എല്ലാ സാധനങ്ങളും അതുപോലെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അലോവേര ആയാലും സോപ്പ് ആയാലും എല്ലാം ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ നമ്മൾ അതനുസരിച്ച് ഇങ്ങനെ ഒന്ന് തിളച്ച് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇത്തിരി ഫ്ലെയിമൊക്കെ കൂട്ടി കൊടുക്കാം. അതുവരെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ അടുത്ത് നിന്ന് ഇളക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ഫ്ലെയിമൊക്കെ കൂട്ടി വെക്കാം. അതേസമയം നമ്മൾ എന്തെങ്കിലും എടുക്കാനോ ഇതിന് പോകുന്ന സമയം ഉണ്ടെങ്കിൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടേ പോകാവുള്ളൂ. ഇല്ലെങ്കിൽ
അത് പാത്രത്തിന് അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഇളക്കി നമ്മൾ എല്ലാ സൈഡിലും നമ്മൾ മിക്സ് ആക്കി ഇട്ടേക്കുന്ന സാധനങ്ങളെന്ന് എല്ലാ സൈഡിൽ നിന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അരമണിക്കൂറിനടുത്ത് എന്ന് വെച്ചാൽ നമുക്കിതൊന്ന് വെന്ത് കിട്ടുന്ന ഒരു ടൈമുണ്ടല്ലോ. ഇപ്പം തന്നെ നന്നായിട്ട് ഒരു 10-15 മിനിറ്റോളം കഴിഞ്ഞ് അപ്പോൾ തന്നെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്രയും തിക്നെസ്സായി വന്ന്. കാരണം ഫ്ലാക്സ് സീഡ് അറിയാമല്ലോ, കുറച്ച് വെള്ളത്തിൽ ഇട്ട് നമ്മളൊന്ന് തിളപ്പിച്ച് വരുമ്പോഴത്തേക്ക് തന്നെ നല്ലോണം തിക്കായി വരുമെന്ന്. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്ത് ഇതിൻ്റെ ഗുണങ്ങളെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. സോപ്പ് കായ ആയാലും അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡും ഉലുവയൊക്കെ വെന്താലുള്ള അറിയാമല്ലോ എത്രത്തോളം തിക്നെസ് വരുമെന്നുള്ളത്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഏകദേശം ഫ്ലെയിം നമുക്ക് പരുവായി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. എന്നതിന് ശേഷം നമുക്ക് ഇറക്കി വെക്കാം. ഇറക്കി വെക്കുന്ന കൊള്ളാം. നമ്മൾ അധികം സമയം പാഴാക്കരുത്. പെട്ടെന്ന് തന്നെ ഇതിനെ നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റണം. കാരണം ഫ്ലാക്സ് സീഡ് ആയതുകൊണ്ട് പെട്ടെന്ന് ചൂട് പോകുന്നതിനനുസരിച്ച് തിക്നെസ് കൂടിയിട്ട് പെട്ടെന്ന് നമുക്ക് അരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലാവും. അപ്പോൾ നമ്മൾ ആ ചൂടോട് കൂടി തന്നെ വേണം ഇതിനെ അരിച്ചു മാറ്റിയെടുക്കാൻ. ഇപ്പോൾ തുണിയോ അരിപ്പയോ എന്തുണ്ടെങ്കിലും അതിൽ നമുക്ക് ഇതിനെ അരിച്ചെടുക്കാം. ചൂട് തണുക്കുന്നതിനനുസരിച്ച് പെട്ടെന്ന് കട്ടിയാവും. അപ്പം പെട്ടെന്ന് വേണം നമ്മളിതിനെ അരിച്ച് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഏകദേശം നമ്മൾ പകുതിയോളം അരിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് അതിൻ്റെ വേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് അരിച്ചെടുക്കാം. 2 ട്രിപ്പായിട്ടാണ് നമ്മളിത് രണ്ടും അരിച്ചെടുത്ത് മാറ്റി വെച്ചത്. നമുക്കിത് ടോട്ടലി ഇത്രയാണ് കിട്ടിയിരിക്കുന്നത്. നല്ല തിക്കായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ 1 ലിറ്റർ കൂടി DM വാട്ടർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ഇതിനെ നല്ലപോലെ ആ സോപ്പ് കായൊക്കെ ഒന്ന് ഞെവിടി, അതുപോലെ അലോവേര ജെല്ലൊക്കെ അരിഞ്ഞിട്ടതാണ്, അതെല്ലാം ഒന്ന് ഞെവിടി പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കാരണം ഇതിനകത്ത് തൊടാൻ വയ്യ, ചൂടുണ്ട്, നല്ലപോലെ കൈ പൊള്ളിയൻ്റെ. എന്നാലും നമ്മൾ വിടരുത്. കാരണം നമുക്ക് അത് മൊത്തത്തിൽ അലിച്ചെടുത്ത് ഇതിൻ്റെ കൂടെ ചേർക്കുക തന്നെ ചെയ്യണം. അപ്പോൾ ആ ചൂടോടെ തന്നെ നമ്മൾ ഇതുപോലെ ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു ഗുണം കിട്ടത്തുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് കൈയൊക്കെ ചുമന്നുണ്ട്, ഭയങ്കരമായിട്ട് പൊള്ളിയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മളതിനെ നന്നായിട്ടൊന്ന് കലക്കി ഞെവിടി എടുത്തിട്ടുണ്ട്. അതിനകത്ത് മൊത്തം ഉള്ളതെല്ലാം നമ്മളിങ്ങനെ ഞെക്കിയെടുക്കണം. അപ്പം ഞെക്കി നല്ലപോലെ ഇതിനെ നോക്കിയാൽ പത ഇളകുന്നുണ്ടോ, നമ്മുടെ ആ സോപ്പ് കായ്ക്കകത്തുള്ള പതയാണ് ഈ ഇളകുന്നത്. നല്ലപോലെ പ്രസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സത്തുകൾ മൊത്തം കിട്ടും. 1 ലിറ്റർ വെള്ളം ഒഴിച്ചാൽ നമ്മൾ വേവിച്ച് വീണ്ടും 1 ലിറ്റർ വെള്ളത്തിനകത്തോട്ട് ആ മരുന്നുകളെല്ലാം കൂടെ നമ്മൾ വീണ്ടും ഒന്നും കൂടി നല്ലപോലെ നമ്മൾ ഞെക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു സത്ത്. എന്നിട്ട് 2 കൂടി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നതും ഇതും കൂടി 2 കൂടി മിക്സ് ആക്കി എടുക്കണം. അപ്പം പെട്ടെന്ന് മിക്സായി കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ചൂടോടെ തന്നെ വേണം നമ്മളിതെല്ലാം ചെയ്യുക. ഇല്ലെങ്കിൽ കട്ടയായിട്ട് കിടക്കും. അപ്പോൾ നല്ലപോലെ ഉടയ്ക്കുക, നല്ലപോലെ ഇതിനെ മെൽറ്റ് ചെയ്തെടുത്താൽ മാത്രമേ അതിൻ്റെ ആ ജെല്ല് ഫ്ലാക്സ് സീഡ് ഉള്ളത് കൊണ്ട് കട്ടിയായി പോവും, നല്ല തിക്കായി പോവും. അപ്പോൾ അത് നല്ലപോലെ ഉടച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിനെ നമുക്ക് ആവശ്യമുള്ളത് ക്വാണ്ടിറ്റി എടുക്കുക. ഞാനിപ്പോൾ 1 ലിറ്റർ ഞാനൊരു 800 ഗ്രാമിൻ്റെ അടുത്താണ് നമ്മൾ വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചത്. വീണ്ടും ഞാൻ നോക്കിയപ്പോൾ 1 ലിറ്റർ നിറച്ചും വീണ്ടും ഉണ്ട്. അപ്പം ആ 1 ലിറ്ററും കൂടെ നിറയ്ക്കുമ്പോൾ നമ്മൾ അടുത്തൊരു പാത്രം എടുത്ത് വെച്ച് അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ബാലൻസ് ഇപ്പോൾ ഈ പാത്രത്തിൽ ഒഴിച്ച് 800 അപ്പം ടോട്ടലി ഒരു 200 കൂടെ ഉള്ളത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് 2 പാത്രത്തിലും 1 ലിറ്റർ വീതം നമ്മൾ വേവിച്ചെടുത്ത് നമ്മുടെ ഷാമ്പൂവിന് ആവശ്യമുള്ള മരുന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആയുർവേദ കൂട്ടുകൾ തയ്യാറാക്കിയാണ് നമ്മൾ ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനകത്തേക്ക് വേണം നമുക്കിനി ഷാമ്പൂ ബേസ് ഒഴിക്കാൻ. അപ്പം ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കാൻ പോകുന്നത് വെജിറ്റബിൾ ഗ്ലിസറിനാണ്. നമ്മൾ ഇതിനകത്തേക്ക് വെജിറ്റബിൾ ഗ്ലിസറിനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ കണ്ടല്ലോ, ഈ ഒരു സ്പൂൺ ഉണ്ടല്ലോ, ആ ഒരു സ്പൂണിന് നിറച്ചുമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം ഒരു 10-20 ഗ്രാമിൻ്റെ അടുത്തുണ്ട്, 25 ഗ്രാം എന്തായാലും ഉണ്ടാവും. ആ ഒരു ഗ്രാം നോക്കുവാണെങ്കിൽ നമ്മുടെ ആ ഒരു സ്പൂണിനനുസരിച്ചാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ 2 എണ്ണത്തിൽ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ 2 തരം ഷാമ്പു ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 ലിറ്റർ ആക്കി മാറ്റിയിട്ടുണ്ട് നമ്മളെടുത്ത ലിക്വിഡ്. അപ്പോൾ 1 ലിറ്റർ ചെറിയ പാത്രത്തിലും 1 ലിറ്റർ വലിയ പാത്രത്തിലുമായിട്ടാണ് ഷാമ്പുവിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ആ ഒരു ഔഷധക്കൂട്ട് തയ്യാറാക്കിയത്. ഇനി ഇതിനകത്തേക്ക് വൈറ്റമിൻ ഇ ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 സ്പൂണ് വൈറ്റമിൻ ഇ, അത് ചെറിയ സ്പൂണിൻ്റെ കണക്കാണ് പറഞ്ഞത് കേട്ടോ. അതുപോലെ തന്നെ ആ മറ്റേ പാത്രത്തിലേക്ക് നമ്മൾ അതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 സ്പൂണ് വൈറ്റമിൻ ഇ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വേവിച്ചെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് 2 തരം ഷാമ്പു ഉണ്ടാക്കാം, തയ്യാറാക്കി എടുക്കാം. നമ്മൾ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ എടുക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ 2 തരത്തിനൊക്കെയുള്ള ഷാമ്പു ബേസ് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും ഈ രീതിയിൽ മാറ്റിയിരിക്കുന്നത്.
അപ്പോൾ 1 ലിറ്റർ ഇപ്പുറത്തെ വലിയ പാത്രത്തിലേക്ക് 1 ലിറ്റർ ചെറിയ പാത്രത്തിലേക്കുമാണ് നമ്മൾ അതിൻ്റെ ആയുർവേദ മരുന്നുകൾ എന്ന് വെച്ചാൽ നമ്മൾ ഔഷധ കൂട്ടുകൾ വേവിച്ച് 2 രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ഷാംപൂ ബേസ്. അപ്പോൾ നമ്മൾ ആ വലിയ പാത്രത്തിലേക്ക് ഒഴിക്കാൻ വേണ്ടി എടുക്കുന്നത് പേർലി ഷാംപൂ ബേസ് ആണ്. നമ്മൾ ആ വലിയ പാത്രത്തിലേക്ക് 1 ലിറ്റർ പേർലി ഷാംപൂ ബേസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് തിക്കായി വരുന്നത്. കണ്ടോ, പെട്ടെന്ന് ഷാംപൂ ബേസ് ചെന്ന പാട് ഇത് കട്ടി കൂടിയത് കണ്ടോ. നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ലപോലെ മിക്സ് ആകുമ്പോഴത്തേക്ക് ഇത് നല്ല തിക്കായി വരുന്നുണ്ട്. അപ്പോൾ ഈ തിക്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, കാരണം ഇത് ഒരുപാട് തിക്നെസ്സാണ്, നമുക്ക് ആ ഒരു തിക്ക് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1/2 ലിറ്ററും കൂടി പെർലി ഷാംപൂ ബേസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഉണ്ടോ, ഈ ഒരു തിക്ക് നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഉണ്ടത്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാനൊരു 1/2 ലിറ്ററും കൂടി ഷാംപൂ ബേസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 ലിറ്ററിന് 1.5 ലിറ്റർ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇതിനകത്ത് കണക്ക് വന്നിരിക്കുന്നത്. നമ്മൾ 1 ലിറ്റർ മരുന്നാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് 1/2 ലിറ്റർ 1.5 ലിറ്റർ എന്നുവെച്ചാൽ ആദ്യം 1 ലിറ്റർ ഒഴിച്ച് വീണ്ടും ഒരു 1/2 ലിറ്ററും കൂടിയാണ് നമ്മളിപ്പോൾ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതും കൂടെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് കറക്റ്റ് തിക്നെസ്സിൽ നമുക്കിത് കിട്ടും. നമുക്ക് ആവശ്യത്തിനുള്ള സ്മെല്ലിന് വേണ്ടിയിട്ട് നമുക്ക് എത്ര സ്മെല്ല് വേണോ അതിനനുസരിച്ചുള്ള ഫ്രാഗ്രൻസ് ഒഴിക്കുക. കാരണം ഷാമ്പൂ ആയതുകൊണ്ട് കുറച്ച് സ്മെല്ല് അധികം നല്ലതാണ്. നമ്മൾ സോപ്പിൽ ഒഴിക്കുന്നത് പോലെയല്ല, ഇതിലൊഴിക്കുമ്പോൾ ഒരു സ്പൂണ് അല്ലെങ്കിൽ ഒരു 2 സ്പൂണൊക്കെ ഒഴിച്ചു കൊടുക്കുക. അത്ര ആകുമ്പോൾ നല്ല സ്മെല്ല് കിട്ടും. നമ്മൾ അലോവേര നീമിൻ്റെ സ്മെല്ലാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നോക്കേ. ബാക്കി എടുത്തു വെച്ചിരിക്കുന്നതിനകത്തോട്ട് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് നമ്മുടെ സൾഫേറ്റും പാരബനും ഫ്രീ ആയിട്ട് വരുന്ന നമ്മുടെ ട്രാൻസ്പെറൻറ്റ് ഷാംപൂ ബേസ് ആണ് ഇതിനകത്തേക്ക് ഒഴിക്കുന്നത്. ഇതിലും നമ്മൾ സെയിം അളവിൽ തന്നെയാണ് ഒഴിക്കുന്നത്. 1.5 ലിറ്റർ എന്നുള്ള അതേ അളവിൽ തന്നെ നമ്മൾ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ഒരേ സമയത്ത് എത്ര തരം ഷാംപൂ ഉണ്ടാക്കാമെന്ന് പഠിച്ചല്ലോ. ഒരേ സമയത്ത് തന്നെ ഒരേ പ്രാവശ്യം തന്നെ ചെയ്യുന്ന ആ ഒരു ലിക്വിഡ് കൊണ്ട് നമുക്ക് 2 തരം ഷാംപൂ ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, ഒന്ന് നല്ല തിക്കുണ്ട്, നമ്മുടെ പെർലി ഷാംപൂ ഭയങ്കര തിക്കിലാണ് കിട്ടിയിരിക്കുന്നത്. ഇനി അത് നമുക്കൊന്ന് ബോട്ടിൽസിലേക്ക് ആക്കാം. മറ്റേ ഷാംപൂ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ബോട്ടിലേക്ക് ആക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എത്ര ml വീതമാണ് ബോട്ടിലാക്കുന്നതെന്നുള്ളത്, നമുക്ക് 125 ml ബോട്ടിൽസാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നമുക്കതിനകത്തേക്ക് 100 ml വീതം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ബോട്ടിൽസൊക്കെ മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ ബോട്ടിലിലേക്ക് നമ്മുടെ ഷാമ്പു ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യക്കാർക്ക് കോൺടാക്റ്റ് ചെയ്യാൻ ഞാൻ ഫോൺ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളി നല്ല സ്മൂത്തായിട്ട് കിട്ടും നമ്മുടെ മുടി. അടിപൊളി ഡാൻഡ്രഫും എയർ ഫോളും ഒക്കെ നന്നായിട്ട് കുറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷാമ്പു ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഞാൻ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഒരു ഹാപ്പി ഓണം നേരുന്നു. അപ്പം നിങ്ങൾക്ക് വേണ്ട എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിലുണ്ട്. ഈ ഫോൺ നമ്പറിൽ അവൈലബിൾ ആണ്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനത്തിൻ്റെയും കാറ്റലോഗ് വിട്ടുതരുന്നതായിരിക്കും. അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ ഓക്കെ, ബൈ, താങ്ക് യു.